വരേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് വരും. ലൈക്ക് നമ്മുടെ അതായത് നിങ്ങളുടെ കേസ് വെച്ച് നമ്മൾ അവിടുന്ന് തന്നെ പ്രോസസ് ചെയ്യേണ്ടതാണ്. ഇവൻ മറ്റേ കമ്പൗണ്ട് ഉരുട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ നന്നാവാൻ വേണ്ടിട്ട് നമ്മുടെ അനിയന് നമ്മള് സാറിന്റെ കൂടെ അല്ല ഒരു മിനിറ്റ് സാറേ, സാറിന്റെ കൂടെ എത്ര കൊല്ലേ ഭയങ്കര പ്രശ്നമാണ്. ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ കയറുവാണെങ്കിൽ അണ്ണ അവന്മാരെ അടിക്കണം. ഈ ഗ്യാങ്ങിനെ ഒന്നും അടിക്കണം, ഇവിടുത്തെ പീഡിയെ മാത്രം അടിക്കണം അണ്ണ. അണ്ണാ അണ്ണാ വിചാരിക്കുന്നല്ലോ അണ്ണാ ഭയങ്കര അല്ലേ ബോബോയ്? അണ്ണാ ഞാൻ മര്യാദക്ക് ഞാൻ പറഞ്ഞില്ലേ മെനിഞ്ഞാന്ന് വെടിവെച്ചതിന് പിന്നെ എന്താ പറയുക തോക്കിന്ന് അത്ര ഓരോന്ന് ചോദിച്ചവനാണ് ഇവൻ പറയണ. എനിക്ക് വിശ്വാസമില്ല. ബോബി നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എവന്റെ അടുത്ത് ബാക്കി മാറി. വേറെ കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇവന്റെ കൂടെ പീടി പോയായിരുന്നു. ഇവിടുത്തെ പീടി പോയപ്പോ ഇവന്റെ തന്തയിലായ്മ എല്ലാം തോന്നുന്നു എനിക്ക് മനസ്സിലായതാണ്. ഇവനങ്ങ് മറ്റുണ്ടല്ലോ, ഇവൻ എല്ലാരും റെസ്പെക്ട് കൊടുക്കണം. എടാ നിന്നെ റെസ്പെക്ട് ചെയ്യാൻ നീ ആരാടാ? നീ നോർമൽ സിറ്റിസണാ ഇവിടുത്തെ, അവര് പീഡിയാ. നിന്നെ റെസ്പെക്ട് ചെയ്യാൻ നീ ആരാ? ഇന്റർവ്യൂവിന് പിന്നെ ചന്തിയും ചൊറിഞ്ഞ് മറ്റേ കുണ്ണ ഉടുപ്പിട്ട് പോയവനെ പിന്നെ നീ തന്നെയല്ലേ? മര്യാദക്ക് പറയാലോ ഡ്രസ് മാറിട്ടോ അല്ലെ മേക്കപ്പ് മാറിട്ടോ. ഇവൻ പറഞ്ഞ മര്യാദ എന്തോന്നറിയോ? മര്യാദക്ക് റോബറി അടിക്കുന്നു. ഇതൊക്കെ പോലീസുകാർ മര്യാദക്ക് ഡീൽ ചെയ്യണം. റോബറി അടിക്കുന്നവനെ പോലീസുകാർ മര്യാദക്ക് ഡീൽ ചെയ്യണം. അപ്പൊ അവനോട് ചോദിച്ചാൽ അവൻ പറയും ഞങ്ങൾ മര്യാദക്ക് റോബറി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അല്ല അടുത്തത് ഞാൻ മര്യാദക്ക് ഒരുത്തിനെ കൊന്നോണ്ടിരുന്നപ്പോ ഈ പോലീസുകാർ വന്ന് മര്യാദ ഇല്ലാതെ പെരുമാറി. ഇതൊക്കെയാണ് ഇവന്റെ മര്യാദകൾ. ഇവൻ പറയുന്ന മര്യാദകൾ അതൊക്കെയാണ്. മനസ്സിലായ? അടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? എടാ ഒരു പീഡി എടാ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഒരു നാട്ടില്? ഇപ്പൊ സത്യം പറഞ്ഞ പീഡിയും കൊണ്ടൊരു ഗുണമില്ല. പണ്ടായിരുന്നെങ്കിൽ ഒരു നാട്ടിൽ കുറ്റം പറയാനല്ല പീഡി എന്തോ ഇവിടുത്തെ പീഡിയെ കുറിച്ച് ഇവിടുത്തെ പീഡിയെ കുറിച്ച് ഒരു ഗുണമില്ല. പീഡി എന്ന് പറഞ്ഞ എന്താ? പീഡി അവരുടെ ഡ്യൂട്ടി എന്താ? അവരുടെ ഡ്യൂട്ടി കള്ളനെ പിടിക്കുക, പിന്നെ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി കൊടുക്കുക. പിന്നെ ഇവിടെ സിറ്റിയിലെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവരെ ഒരു ഗ്യാങ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെ സിറ്റിസണൊക്കെ ആണെങ്കിലും സ്വന്തം കാര്യം എവിടെയാണെങ്കിലും ഒരു നാട്ടില് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കള്ളനെ പിടിക്കാന്ന് മാത്രമൊന്നുമല്ല. പോലെ അവരെ കാരണം ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ പീഡി എന്ന് പറയുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവരെന്താണെങ്കിലും അവർക്കൊരു റെസ്പെക്ട് കൊടുക്കണം. ഞാൻ ലോകത്തുള്ള എല്ലാ പോലീസുകാരും വന്നിട്ട് മോനെ എടാ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരുന്ന നിനക്ക് ആരോട് ഒരു പേടി ഉണ്ടാവും? എല്ലാവർക്കും അവരുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് മാറ്റാൻ നിനക്ക് വേണ്ടിട്ട് അവര് മാറ്റണം. അവർക്ക് ഇവിടെ ഉള്ള ഒരു ഹൈറാർക്കിയാ. അത് കീപ്പ് ചെയ്യാൻ പഠിക്കണം. ആദ്യം അത് കീപ്പ് ചെയ്യാൻ പഠിക്കണം. അത് പഠിച്ചിട്ട് ഞാൻ പീരീഡ് എടുത്ത് എടാ പോടാ എടി അങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലടാ. ഇവനോടൊന്നും പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. ബോബോ ഇല്ല എന്തൊക്കെ പറഞ്ഞ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഈ കുണ്ണെ കൊണ്ട് ഞാൻ പീഡി ചെന്നപ്പോ പീഡിയിലെ പോലീസ് ഓഫീസറിനെ എടി ബോഡിന്ന് ഒരു പോലീസ് എന്നെ വിളിച്ചേനെ ചീത്ത വരെ വിളിച്ചിട്ട് ചീത്ത വിളിച്ചിട്ടില്ല. കണ്ണാപ്പി ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. എടാ പോടാന്ന് വിളിച്ച ഉടനെ നീ എടി പൊടിന്ന് വിളിക്കോ? നിന്റെ അച്ഛൻ നിന്നെ എടാ പോടാന്ന് വിളിച്ചാൽ നീ പറയും എടാ പോടാ തന്തപ്പട്ടി എന്ന് പറയുന്നത് നീ പറയോ? ഇല്ലല്ലോ. ഹൈറാർക്കി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഹൈറാർക്കി ഉണ്ട്. അത് അനുസരിക്കാൻ പഠിക്കും. പോലീസുകാർ എടാ പോടാ അന്നേരം പറയണം സാറേ എന്നെ എടാ പോടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പേരുണ്ട് എന്ന് പറയണം. നമ്മളിവിടെ ഗ്യാങ് അല്ല. നമ്മളിവിടെ ഗ്യാങ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും പവർ കാണിക്കാം. നമ്മളിവിടെ ഗ്യാങ് അല്ല. അണ്ണ സത്യമായിട്ടുണ്ടോ? അണ്ണ പിള്ളേരോട് ചോദിച്ചു നോക്കണ്ട. അത് നല്ലൊരു ഞാൻ മാനുവായിട്ടാണ് സംസാരിച്ചത്. പിന്നെ അവരാണ് മുട്ടറങ്ങയതാണ്. അണ്ണ ഹെയറാർക്കി അല്ല. ഒരു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടോട്ടാണ്. പക്ഷെ ഇതൊരുമാതിരി കുറെ നേരം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സാറേ അങ്ങനല്ല സാറേ ഇങ്ങനല്ല എന്ന് പറയുമ്പോൾ
വീണ്ടും ഒരുമാതിരി മറ്റേ ഈ ഭയങ്കര വൾഗറായിട്ടായിരുന്നു സംസാരിച്ചാണ്. അത് ഇപ്പോഴത്തെ കേസിലാണ് അതിന് മുമ്പത്തെ സിറ്റുവേഷൻ. എനിക്ക് നിന്റെ മുമ്പത്തെ സിറ്റുവേഷൻ അറിയണ്ട കണ്ണാപ്പി. ഞാൻ നിന്റെ ഉള്ളപ്പോ നീ ബിഹേവ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടതാ. എങ്ങനെയാണെന്ന് ഞാൻ കണ്ടതാ. ഒരു സെക്കൻഡിലാണ് കാര്യം മാറിയത്. ഒരു സെക്കൻഡ്. ഇത്ര കഥ പറയാനുള്ള സംഭവങ്ങൾ പോലും അവിടെ നടന്നില്ല. നീ കംപ്ലീറ്റ്ലി നീറ്റ് ആണെന്നുള്ളൊരു കാര്യം നിന്റെ സൈഡിൽ നിന്നുള്ളത് നീ അങ്ങ് നിർത്താദ്യം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമ്മൾ 4 പേരും ഒരു മേക്കപ്പ് ഇട്ട് ജസ്റ്റ് ഒരു നോർമൽ ഡ്രസ് ഇട്ട് പീടി പോന്നു. അവരെന്ത് പറയുന്ന അണ്ണനെ കാണാം. നമ്മൾ സംസാരിക്കും. ഞാൻ മുരളി സംസാരിക്കുമ്പോ ഒരു ഒടുക്കോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നീ സംസാരിക്കില്ല. നീ ഒരു അച്ഛൻ ഫ്രണ്ട് ഞാൻ പോവാം. അല്ലല്ല ഫ്രണ്ട് ഞാൻ പോവാം. എന്റെ അടുത്ത് വല്ലതും പറയുകയാണെങ്കിൽ അല്ല ഇതിപ്പം നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇതായിട്ട് സംസാരിക്കും, എന്നെ കാണുമ്പോ വേറെ സംസാരിക്കും. അതിങ്ങനെ എന്റെ മിസ്റ്റേക്ക് ആകുമ്പോ ആവശ്യമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പൊ പീടി പോയിട്ട് നിനക്ക് എന്തോ അവരോട് പറയാനുള്ള ഒരു ന്യായം വേണമല്ലോ. പീടി സത്യമായിട്ടാണ് സീരിയസ് ആയിട്ടാണ്. എടാ കണ്ണാപ്പി കിടന്ന് അലക്കാതെ ഞാനൊന്ന് പറയുന്നൊന്ന് മനസ്സിലാക്കും. നിനക്ക് വലിഞ്ഞു കയറിച്ചാൽ നിന്റെ കുടുംബം ഒന്നും അല്ലല്ലോ. റീസൺ വേണ്ടേ? എന്റെ ടിഷോട്ടിന്റെ വാച്ച് കളഞ്ഞു പോയി. ആരെയോ അടിച്ചോണ്ട് പോയതാണ്. അല്ല അത് ഇങ്ങനെ പോയിക്കിന്റെ കാര്യമില്ല. നമ്മള് പീടി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു പോന്നു. എന്റെ ഇന്റർവ്യൂ പറഞ്ഞു എന്റെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ പ്രശ്നം. അവന്മാര് വിളിക്കാത്ത ദിവസം ഇന്റർവ്യൂ എന്ന് പറയുമ്പോ നിന്റെ അച്ചി വിടാതെ ഞാൻ അച്ഛൻ എനിക്ക് മുത്തച്ഛൻ ഇന്റർവ്യൂ ഉണ്ടോ? ഇവൻ ഇത് ഇട്ടിട്ടുണ്ടോ? ഇന്റർവ്യൂ ഇട്ടിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മള് പങ്ക് ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നം. അല്ലണ്ണ സീനിലാണ് സീനില്ല. അത് വിട ഞാൻ പറഞ്ഞു എന്റെ കളഞ്ഞു പോയിന്നോ മോശം പോയിന്നോ പറഞ്ഞ് ചിക്കാര അവിടെ പോയി. അല്ലണ്ണ അത് ഇവിടെ അവസാനം സീനില്ല. ഞാൻ ഇനി പീഡിയായിട്ട് ഇനി അങ്ങനെ ഇതുണ്ടാവില്ലാണ്. നല്ല ഫീൽ ആയിട്ടാണ് കരഞ്ഞാൽ മതി. കരയുമ്പോ വിഷമം തീരും. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, വിഷമൊക്കെ വേണം. അവര് എന്തൊക്കെ പറഞ്ഞെന്നറിയണ്ട. 1 മണിക്കൂർ കപ്പ് ചെയ്തിട്ട് പറഞ്ഞു. വാച്ച് കളഞ്ഞു പോയി. ഓ ലോസ് ആൻഡോസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് മാഡത്തിനെ അല്ലല്ലോ കാണണ്ടേ? ആണോ? അതെ അതെ പിരിയാണ്. അണ്ണ സംസാരിക്കും വേണ്ട. അണ്ണ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഞാൻ നോർമലായിട്ട് സംസാരിക്കണം. എന്റെ വാച്ച് കളഞ്ഞു പോകുമ്പോ ഞാൻ അവിടെ ഞാൻ പരന്തു ദിവസം എന്റെ വാച്ച് പോയി കണ്ടുപിടിച്ചതാ സാർ. പീഡിയിൽ ചെല്ലുമ്പോ അവരോട് അങ്ങനെയാണോ സംസാരിക്കണ്ടേ? നീ എന്നോട് പഠിപ്പിക്കണ്ട എങ്ങനെ സംസാരിക്കണോന്ന്. എങ്ങനെ സംസാരിക്കണോ എന്നോട് പഠിപ്പിക്കണ്ട. ഞാൻ സംസാരിച്ച് നോക്കട്ടെ അവരോട്. കഥ ഇതാണ്. നമ്മൾ ഇന്നലെ 4 പേരായിട്ട് ബീച്ച് സൈഡിൽ വെള്ളം അടിച്ച് ഓഫ് ആയപ്പോ നമ്മുടെ 2 കൈ കിടന്ന വാച്ച് ആരും അടിച്ചോണ്ട് പോയി. ഓക്കെ വെള്ളം അടിച്ച വയറ്റി ഉറങ്ങി പറഞ്ഞാൽ വെള്ളം അടിച്ചെന്ന് പറയണ്ട. എഴുതി വെച്ചോ. മിണ്ടാര് എന്തേ പീടി എന്തേ? ഹലോ സാർ ഒന്ന് വരും. ഒരു പരാതി പറയാനുണ്ടായിരുന്നു. പേരെന്താണ്? എന്റെ പേര് പരന്തു വാസു സാർ. രോഗത്തിൽ ഇയാള് പുതിയതാ. വേറെ പിടിയണ്ണ. എന്ത് പറ്റി? ഹെൽമെറ്റ് മാസ്ക്? സാറേ എനിക്ക് ഒരു അലർജി അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത്. സാർ എനിക്കൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ടായിരുന്നേ വന്നേ. സാർ ഇന്നലെ നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു ബീച്ചിൽ വെച്ചിട്ട്. അപ്പൊ ബീച്ചിൽ പാർട്ടി ഉള്ളതുകൊണ്ട് നമ്മള് രാത്രിയിൽ കുറച്ച് ചെറുതായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അപ്പൊ ഞങ്ങൾ 2 പേരുടെയും കയ്യിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ഉണ്ടായിരുന്നു. എന്റെ ഹുബ്ലോട്ട് ഉണ്ടായിരുന്നു. ഇവന്റെ നിന്റെ ഏതായിരുന്നു? അപ്പൊ ഈ 2 വാച്ചും ആരോ മോട്ടിച്ചോണ്ട് പോയി സാറേ. ഞങ്ങക്ക് അത് ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതിന്റെ കോസ്റ്റ് ഓഫ് വാല്യൂ എന്ന് പറയണം. എന്റെ ഹുബ്ലോട്ടിന് ഒരു 1.5 കോടി രൂപ വരും സാർ. 75 ലക്ഷം. അത് 75 ലക്ഷം.
സാറേ എന്റെ പറയൂ, ജേക്കബ് ഒരു- ആൻഡ് ഗോ, എന്റെ ജേക്കബ് ആൻഡ് ഒരു ഗോ 2 കേസ് കോടി. ഹാൻഡിൽ ചെയ്യണം. പറയൂ, എന്ത് പറ്റി? എന്നാ പേടെ പേര് എന്നാ പേടെ പേര് സാർ ജോൺ അണ്ണാ ലൂതർ എന്നെ കൂടെ. അല്ല ഒരു വാക്കുപോലെ സംസാരിക്കാത്ത ഇരി ജോൺ ലൂതർ, എന്ത് പറ്റി? പറയൂ. മറന്നോ സാർ? എന്താണ് എന്തൊരു കഷ്ടാണിത്. ആളെ വിളിക്കേണ്ടി വരും. ഒന്ന് വെയിറ്റ്, എങ്ങനെങ്കിലും അത് ഒരു ഇത് കേസ് ഇതാക്കണം. നമ്മുടെ helmet ഒന്ന് മാറ്റി, എങ്ങനെങ്കിലും- helmet എങ്ങനെങ്കിലും മാറ്റി. ഇത് അവന് ചൊറിഞ്ഞിതാക്കണം അവൻ എങ്ങനെങ്കിലും. ഒരു വാക്ക് പോലും സംസാരിക്കണമെന്ന് പറഞ്ഞാലോ കേട്ടാ ബോബോയും ഇവനും കേട്ടാ 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 ഇപ്പൊ നോക്കണം. രണ്ട് ഇത് വരുന്നല്ലേ? 2 വാച്ച് സാർ. ഒരെണ്ണം 1 കോടി രൂപയോ ഒരെണ്ണം 75 ലക്ഷം. അതായത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയാമോ? സാൻഡിലല്ല, അയ്യോ സാറേ നമ്മുടെ മുതുക്ക് ഗറാജിന്റെ അവിടെ beach. നേരത്തെ സാറേ. ഓക്കെ. അതെ അവിടെ ഓഷ്യൻ ഹൈവേയിലുള്ള ബീച്ച് മുതുക്ക് ഒന്നും ഗറാജ്. അറിയില്ലേ സാറേ? ബീച്ചിന്റെ സൈഡിൽ കിടക്കുമായിരുന്നു. അതെ അതെ അതെ. ലൈക്ക് വാട്ട് പർപ്പസ്? പാർട്ടി കഴിഞ്ഞ് അവിടെ കിടക്കുമായിരുന്നു. പാർട്ടി അവിടെ വെച്ചായിരുന്നു ഒരു ബീച്ച് പാർട്ടി എന്നുള്ള രീതിയിലായിരുന്നു സാർ. ഓക്കെ, എന്തിന്റെ ഇതിലാണ് പാർട്ടി? ബർത്ത്ഡേ ആയിരുന്നു. സെൻട്രൽ പറഞ്ഞു വരുന്ന കേസില് ഓക്കെ, പാർട്ടി എന്തിന്റെ ബേസിസിലായിരുന്നു? ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ ആരുടെ? ബാബുന്റെ ബർത്ത്ഡേ. എന്റെ ആയിരുന്നു. ഓക്കെ, എത്രാമത്തെ ബർത്ത്ഡേ ആണ്? എന്താണിത്? നോ അല്ല നമുക്കൊരു കംപ്ലൈന്റ് വരുമ്പോ അത് വാലിഡ് ആണോ നോക്കാൻ വേണ്ടിട്ട് അത് ആക്ച്വലി എന്റെ ബർത്ത്ഡേ വരുന്നത് നവംബറിലാണ്. 4 വെച്ചിട്ട് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു ഇതായിരുന്നു, പാർട്ടി ആയിരുന്നു. കുറച്ച് കള്ളനാരാന്ന് ഓ, വിളിച്ചു അങ്ങനെ. നമ്മുടെ അടുത്ത്. നമുക്ക് പോയി അങ്ങ് പിടിച്ചാ പോലെ. ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്ക് യു സാർ, താങ്ക് യു. കണ്ടോ? അപ്പോ ഇന്നലെ ലൈക്ക് കണ്ടോ? ആ സമയത്ത് കണ്ടല്ലോ നിങ്ങൾ വേറെ, അതായത് നിങ്ങളുടെ ആൾക്കാരല്ലാതെ വേറെ പുറത്ത് സാറേ ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇന്നലെ ഒരു കറുത്ത കളർ ഒരു കാർ, കിയ കാറില് അവിടെ ഒരു ടീം പോയില്ലായിരുന്നോ? അതെ സാർ, അവരെയാണ് നമുക്ക് സംശയമുള്ളത്. പക്ഷെ നമ്പർ ഒന്നും കണ്ടില്ല, ഇരുട്ടായിരുന്നു സാറേ. സിറ്റിയില് കിയ കാർ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ്. സോ ഓ അത് എല്ലാവരുടെ അടുത്തും ഇപ്പോ കാണാൻ സാധിക്കും. നമുക്ക് എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് ആ എവിഡൻസ് ഓക്കെ സാർ. മറ്റേ സാറിന് എന്ത് അതായത് ഇപ്പോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർ മാത്രമാണ് വന്നേക്കുന്നത്, അത് പുറത്തുനിന്ന് ആൾക്കാർ വന്നായിരുന്നു? ഇല്ല, നമ്മളൊരു കുറച്ച് പേര് ഒരു 5-6 പേരെ ഉള്ളായിരുന്നു സാറേ, എല്ലാം കൂടെ. കൃത്യമായിട്ട് ഒരു വാല്യൂ 6 പേര്. നമ്മള് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 4 പേരും, ഇത് കൂടാതെ 2 ഫ്രണ്ട്സും. അവര് അങ്ങനെ പക്ഷെ അതിലൊരാൾ പീഡിയിലുള്ള ആളായിരുന്നു സാറേ. അതാരാ? അയാള് പോലീസിലാന്നല്ലേ പറഞ്ഞത്? പോലീസിലാന്നല്ലേ പറഞ്ഞത്? സാറേ ഗ്രേ കളർ മുടി സാറേ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് 2 ഇട്ടേക്കുന്നേ. ഒരാള് ഇനി സർട്ടിഫിക്കറ്റ് നോക്കിയില്ല, ഒരാളാണ്. മുടിയുടെ കളർ എന്തായിരുന്നു? വെള്ളയോ? സാറേ എന്റെ ഗ്രേ കണ്ടോ? അതിലും കൂടി ഇച്ചിരി കൂടെ ഡാർക്ക് ഗ്രേ. ചിക്സ് പട്ടി അതുപോലെ ഇങ്ങനെ ഇട്ടേക്കുന്ന പോലെ ഫ്രണ്ടിലോട്ട്. പുറത്തുനിന്ന് ആരെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല സാറേ, എനിക്ക് തോന്നുന്നു ഇവര് നമ്മളെ കൂട്ടാതെ വേറെ ഏതോ പാർട്ടിക്ക് പോയിരുന്നു, അതിനെ പറ്റി സാറേ. ലൈക്ക് ഒരു മിനിറ്റ് സാറേ. എടാ നമ്മുടെ വാച്ച് പോയ സിറ്റുവേഷൻ പറയാം. നിങ്ങൾ നിങ്ങൾ അടിച്ച് വെള്ളം അടിച്ച് കിടന്ന സമയത്ത് ഒരാൾ വന്നായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പേടിയാണ്. ഓക്കെ സാറേ, സിവിലിയൻസ് ഒക്കെ മെല്ലെ സംസാരിക്കാം. അപ്പോ ഏതാണ് ഇപ്പൊ ലൈക്ക് 2 പാർട്ടി ഉണ്ടോ? എനിക്ക് അല്ല സാറേ, ഈ പാർട്ടി തന്നെ ഇവർ അടിച്ച് ഓഫായി കിടന്ന സമയത്ത് ഞാനും ഈ ബോബോയും എന്നുവെച്ചാൽ ഞങ്ങൾ കുറച്ചേ അടിച്ചോളാം. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കണ്ട ഇതാണ് ഏകദേശം നിൽക്കുന്ന സാറേ. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, എനിക്ക് എന്റെ ബാബുന്റെ ആണ് വാച്ച് പോയത്. ഞങ്ങൾ പറഞ്ഞോളാം സാറേ. നിങ്ങൾ 2 പേര് ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് എങ്ങോട്ടേലും ഒന്ന് മാറ്റൂ. കണ്ണാ നമ്മളെ അങ്ങ് ഇരിക്കും. Take your seats. മണക്കുന്നാണോ വാച്ചെടുത്തെന്ന് പറഞ്ഞാൽ? സാറേ ഞാനൊരു കാര്യം പറയാം. വാച്ചില്ലേ, അത് മോട്ടിച്ചത് ഈ ബാക്കി ഇരിക്കുന്നവന്മാര് തന്നെയാണ്. അവന്മാരിലുണ്ട് വാച്ച്. അവന്മാരെ വേറൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവന്മാരിലുണ്ട് വാച്ച്, ഞങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. വാച്ച്
നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അതെ സാർ അതെ സാർ അതെ. ഉമ്മ ജോലിക്കൊന്നും പോയിട്ടില്ല പണ്ട് പോലെ. നമ്മളാണ് കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ എത്തിച്ചു തരാം. അപ്പോ പൈസ ഈയിടയ്ക്ക് ഒരു ബിസിനസിന് വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മൾ കൊടുക്കില്ല, ഇല്ല പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഇന്നലെ ബർത്ത്ഡേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്ലാസ്സിൽ കൂടുതൽ സാധനം ഒഴിച്ചിരുന്ന നമ്മളെ കമറ്റി ദിവന്മാരാണ്. മാത്രമല്ല സിറ്റുവേഷനിൽ ഇല്ലാത്ത കാര്യം ബോധം ഫുള്ള് പോയെങ്കിലും നമുക്ക് കുറച്ച് ഓർമ്മ ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിത് കവറപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവന്മാര്. അപ്പൊ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പിന്നെ ഇവന്മാരല്ലാതെ ആ സിറ്റുവേഷനിൽ വേറെ ആരും തൊട്ടടുത്ത് വന്നിട്ടില്ലായിരുന്നു. കുറച്ച് ഓ, ക്രൂഷ്യൽ സാർ ആണല്ലോ, ഇവിടെ. ലൈക്ക് ഫാമിലി മെമ്പേഴ്സ് തന്നെ. ഒരു സാർ minute, ഇത് അവരുടെ പിടിച്ച് പേരൊന്ന് രണ്ടെണ്ണം mention കൊടുത്താൽ എന്തായാലും ചെയ്യാമോ? പറയും സാർ. സാർ പിടിച്ച രണ്ടെണ്ണം കൊടുത്ത എന്തായാലും പറയും സാറേ, ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. പേരൊന്ന് മെൻഷൻ ചെയ്യാമോ രണ്ടുപേരുടെ? ജർമ്മൻ കണ്ണാപ്പി എന്താ ബോബോയ്, മാഫിയ ബോബോയ്. If you don't mind, ഞാൻ ഫുഡ് കഴിച്ചോട്ടെ. ഓക്കെ സാർ ഓക്കെ സാർ. സാർ ഞങ്ങൾക്ക് അത് കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് സാറേ. മലയാളറിയാം. ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ ഒന്ന് വെളിയിലോട്ട് ആക്കിയിട്ട് ബാക്കി നിങ്ങൾ ആക്കിയിട്ട് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി സാർ, സാർ കുഴപ്പമില്ല. നമുക്ക് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് ആണല്ലോ, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എക്സാക്ട് ചെയ്തൊന്ന് പറയാം. സാറേ എന്റെ കയ്യിൽ CCTV വിഷ്വൽ വരെ ഉണ്ട്. ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാൻ മെയിൽ ID തന്നു. സാമാനൊന്നുമല്ലേ ആരുടെ നീ മുടി നോക്ക്. സാറേ പ്രശ്നം ഉണ്ടാക്കോ സാറേ? സാറെ കണ്ട പീഡിക്കകത്തൊന്നും എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സാറേ? അല്ല, അത് നമ്മുടെ ഓഫീസേഴ്സ് ഹാൻഡിൽ ചെയ്യും. വലിയ മാഡം, അൺവാണ്ടഡ് ആയിട്ട് ടോക്സ് അവിടെ ബഹളം ഉണ്ടാക്കുന്നവരാണ്. ഇനിയും സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ റെഗുലർ ആക്ഷൻ എടുക്കും. ഓക്കെ, ലൈക്ക് നിങ്ങള് ഇപ്പോ ഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ആൽക്കോഹോൾ ഇപ്പൊ എത്ര ലെവൽ വരെ കുടിച്ചു, അതായത് ഒരു എത്ര ലിറ്റർ വരെ കുടിച്ചിട്ടുണ്ട്? സാറേ എനിക്കൊരു ലെവൽ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവന് എന്നെ കിടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. അപ്പൊ ഞാൻ നൈസായിട്ട് കുടിക്കുന്ന പോലെ എന്റെ ഫുഡിക്കകത്തോട് ഇങ്ങനെ ഒഴിച്ച് താഴോട്ട് കളഞ്ഞോണ്ടിരുന്നു. ഇവൻ വിചാരിച്ച് ഞാൻ കുടിച്ച് ബോധം കിട്ടി കിടക്കുവാണെന്ന്. ഒന്ന് ഇതായപ്പോഴത്തേക്കിന് നൈസായിട്ട് വന്ന് ബാബുവിന്റെ കയ്യിലെ വാച്ച് അഴിക്കുന്ന ഞാൻ കണ്ട്. എനിക്കിത് മനസ്സിലായില്ല സാർ, ഞാനാണെങ്കിൽ കുടിക്കുകയും ചെയ്ത്. ബാബു കുടിച്ച് ഓഫായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യില് ഞാൻ അറിഞ്ഞോണ്ട് എന്നെ പിടിച്ച് എനിക്ക് ഇക്കിളി വരും ഡോക്ടർ, അല്ല സാറേ. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഞാൻ ഉറങ്ങി കിടക്കുന്ന പോലെ അഭിനയിച്ചിട്ട് വാച്ച് അഴിച്ച് ടേബിളിൽ വെച്ച് നൈസായിട്ട് അതും എടുത്ത് പോക്കറ്റ് വെച്ചങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് രാവിലെ ആയപ്പോൾ ഒന്നും അറിയാത്ത പോലെ നമ്മൾ വണ്ടിക്കകത്ത് കയറിയപ്പോൾ നിങ്ങളുടെ വാച്ച് എവിടെയാണ് എനിക്ക് ഓൾറെഡി അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ വലിയ ആക്ഷൻ ഒന്നും ഇട്ടില്ല. അപ്പം ഞാൻ നൈസായിട്ട് ഇവരെ ഇടാൻ നമുക്ക് PDP കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് നേരെ വരുന്ന വഴിയാ സാറേ ഇങ്ങോട്ട്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അറിയുന്ന ആൾക്കാരാണ്, സോ തുറന്ന് പറഞ്ഞൊരു ഇല്ല സാർ. ഇതിനു മുന്നേയും പലതവണ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സാർ. നമ്മള് ആരൊക്കെയാണേലും സാറേ എന്തൊക്കെയാണേലും ഉണ്ടല്ലോ, തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടണം. എന്നെ എങ്ങനെയാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ അച്ഛൻ 3 വർഷം ജയിലിലായിരുന്നു. എന്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും പറയും എന്തൊക്കെ ചെയ്താലും കള്ളന്മാർക്ക് ഒത്താശ കൊടുത്തും കട്ടും മുടിച്ചും ജീവിക്കരുതെന്ന്. അതുകൊണ്ട് കള്ളന്മാരെ എൻകറേജ് ചെയ്യാൻ എന്നെ എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല സാറേ. അതുകൊണ്ട് എനിക്ക് ഒരു ആക്ഷൻ വേണം. അത് ശരിയാണ്. ഒരു ഫാമിലിയിൽ പോലും ഇപ്പൊ ആര് ഉണ്ടെങ്കിലും നമ്മളത് അതിന്റെ ശിക്ഷ എടുക്കണം. ലൈക്ക് അതിനു മുമ്പ് നിങ്ങൾ വാണ് വല്ലതും ചെയ്തായിരുന്നു അവരെ? ഇല്ല സാർ, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തിനാ വാൺ ചെയ്യണം സാറേ? കട്ടും പൊട്ടിച്ചും ജീവിക്കുന്നവന്മാരെ എന്ത് പറഞ്ഞു നന്നാക്കാനാ? പക്ഷെ ഒരു കാര്യം, ഈ തൊണ്ടിമുതൽ എവിടെയാണ് ഒരു പെട്ടില്ല സാർ. അവര് രാവിലെ ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായില്ല. ഇതിന്റെ ഇടയിൽ ഇവര് ഇവിടെ കൊണ്ട് മുക്കിനോ പൂട്ടിനോ അറിയില്ല. അതെ, ഓക്കെ. അവരിപ്പോ കണ്ണിൽ കാണുന്നില്ല. വലിയ മാഡം, സാർ ഞങ്ങളുടെ റിക്വസ്റ്റ് സാർ, നമ്മുടെ അനിയന്മാരാണ് ഇത്. എങ്ങനെയും നേരെയാവണം സാർ. ലോക്കൽ പില്ലിട്ട് രണ്ട് അടിയെങ്കിലും കൊടുത്ത് ഇനി ഇതൊന്നും ചെയ്യാത്ത രീതിയിൽ ഒരു ബോധവൽക്കാരം നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഹെൽപ്പായിട്ട് ചെയ്തു തരുന്നത്. അതെ തീർച്ചയായും. അതിനു മുമ്പ് ലൈക്ക് അവരുണ്ടോ അവിടെ? വിളിച്ചു വരുത്താം സാർ, വിളിച്ചു വരുത്താം. ഓക്കെ, അവര് പോകുന്ന ആൾക്കാരൊന്നും അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരാണ്. കണ്ണാപ്പിയും ബോബോയും എന്ത് ഇല്ലാതാണ് ബിഹേവ് ചെയ്യുന്നത്. ഇവരെന്തൊരുമാരായിട്ട് ബിഹേവ് ചെയ്യുന്നു, അവരതൊരു ബാലൻസ് ചെയ്ത് ബിഹേവ് ചെയ്യുന്നില്ല. മാസ്ക് സാർ എനിക്ക് അലർജിയാണ്. അലർജിയാണ്, ഇൻഫെക്ഷൻ ആണ് സാർ. സാറേ വിളിച്ചോ? സാറേ കേറട്ടെ അങ്ങോട്ട്? ഇല്ല. ഓക്കെ സാറേ. ഒരു മോഷണം സാർ, കോംപ്ലിക്കേഷൻ. പീഡിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി ശ്രദ്ധിച്ചാൽ മതി. ഇത് നാട്ടിലെ സത്യം പറഞ്ഞ സാറേ പീഡിക്ക് ഒരു ചീത്തപ്പേരുണ്ട്. അതായത് ഒരു
റെഡ് കളർ ഇട്ട ആള് കുറച്ച് ലൗഡിലാണ് സംസാരിക്കുന്നത്. മനപ്പൂർവ്വമാണ് സാർ, മനപ്പൂർവ്വമാണ്. ഇത് നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഇവിടെ വണ്ടിയിൽ നോർമലി സംസാരിച്ചാണ്. ഇതിപ്പോ ഇവിടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആളുടെ. അല്ല ഇവിടെ എക്സ്പോഷർ ആയിരിക്കില്ല കിട്ടുക. പുള്ളിക്ക് മനസ്സിലാവണം സാർ, അതൊന്നും പുള്ളിക്ക് മനസ്സിലാവണം. പുള്ളി മനസ്സിലാകത്തില്ല സാർ, അത് ഇവിടെ പണിഷ്മെന്റ് ഒന്നും ഇല്ലെന്നാ പറയുന്നത് സാർ. അങ്ങനല്ല, അവിടെ സംസാരിക്കില്ല, അപ്പൊ അവർക്കതൊരു സാർ ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സാർ, കുറച്ചേരൊന്ന് വെളിയിലോട്ട് നോട്ടെ. ഒരു മിനിറ്റ്, നമുക്കതൊന്ന് കളക്ട്. എനിക്കിത് ജെന്യൂൻ ആണെന്ന് അറിയാം. അപ്പൊ അതിന് നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ സാർ, പ്രശ്നമില്ല. കാരണം സ്വന്തം അനിയന്മാർക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ച് മാത്രം വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇതിപ്പോ ഈ മോശം ശ്രമം ഇല്ലെങ്കിൽ പോലും ഇതിന് നല്ല രീതിയിൽ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ലൈക്ക് ഒരു മിനിറ്റ് ഭയങ്കര സൗണ്ട്. കോടടിക്കുന്നത് എന്തോന്ന് അതാണ് പറഞ്ഞത്. കുറച്ച് മെല്ലെ സംസാരിക്കുക. സ്റ്റാറ് പോയി. ഇപ്പൊ സ്റ്റാർ കുറഞ്ഞില്ലേടാ അതൊക്കെ. അങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല. എന്തൊക്കെ തർക്കമായിരുന്നു ഓർമ്മ പള്ളി. അല്ല ഇത് വേണമായിരുന്നു പള്ളി, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ ലൈക്ക് ആ പുള്ളിക്കാരൻ ലൈക്ക് ഒരു എന്താ പറയാ എഡ്യൂക്കേറ്റഡ് അല്ലേ പുള്ളി? സാർ സ്കൂൾ എന്താ അവന്റെ സ്വന്തം പേര് എഴുതാൻ പറഞ്ഞാൽ പോലും അറിയാത്ത ഒരുത്തനായിരിക്കും. ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ഉണ്ടെങ്കിലും പാരന്റ്സ് തന്തയില്ല. നിന്നെ പറ്റിയാണല്ലോ അവിടെ സംസാരം. രണ്ടുപേർക്കും അയ്യോ സാറേ അറിയാണ്ട് അകത്ത് വന്നേണേ. ഞാൻ അകത്ത് കയറി പോയടാ. ഒരുപാട് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ സാറേ, ഒരുപാട് നോക്കിയായിരുന്നേ. നമ്മള് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാന് കൊറേ നന്നാക്കാൻ നോക്കിയതാ. പറഞ്ഞു കൊടുക്കി പെട്ടെന്ന് പറ്റുന്നില്ല സാറേ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല സാർ. നമ്മൾ മെന്റലി നല്ല ട്രോമയിലോട്ട് പോകുവാണ് സാർ. എങ്ങനെയും സാർ നിങ്ങളെ വിശ്വസിച്ചാണ് സാർ നമ്മളിപ്പോ ആകെ ഇപ്പോൾ വിശ്വാസം നിങ്ങളെ മാത്രമാണ് സാർ. നമ്മള് അങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്താല് ആ പുള്ളിക്കൊരു മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തന്തയില്ലായ്മയാണ്. തന്തയില്ലായ്മ അത് വട്ടല്ലത് സാറേ, അങ്ങനെയൊന്നും പറഞ്ഞോട്. അല്ല സാർ, ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞത് പോയതാ. വിഷമം കൊണ്ടാ സാർ, വിഷമം കൊണ്ടാ. പുള്ളിക്ക് നോർമലി ബിഹേവ് ചെയ്യാൻ ഇല്ല, അത് അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുവാണ് വർഷങ്ങളായിട്ട്. എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല സാറേ. സാർ നമ്മൾ കണ്ടവരുണ്ട് സാർ തെളിവായിട്ട്. ഇത് പിന്നെ സാറിന് വേണമെങ്കിൽ അതിന്റെ CCTV ഫയൽസും അയച്ചു തരാം. ഇല്ലാത്തല്ല, ഇത് സാറിന്റെ നേരത്തെ പറഞ്ഞ ഒരു കംപ്ലൈന്റിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അപ്പോ സാർ, അപ്പൊ ഇതിൽ കൂടുതൽ തെളിവുകൾ എനിക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ല സാർ. പക്ഷെ നിങ്ങളൊന്ന് പുള്ളിക്കാരന്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ജർമ്മൻ കണ്ണാപ്പി സാർ, ജർമ്മൻ കണ്ണാപ്പി. സാറേ, ഇത് നമ്മുടെ മറ്റേ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു സിറ്റുവേഷൻ കമ്പൗണ്ട് ഉരുട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ സാർ നന്നാൻ വേണ്ടിട്ട് നമ്മുടെ അയ്യനെ നമ്മള് സാറിന്റെ കൂടെ. അല്ല ഒരു മിനിറ്റ് സാറേ, സാറിന്റെ കൂടെ എത്ര അല്ലേ അദ്ദേഹം? എന്റെ ഓർമ്മ അവൻ തന്തയില ജനിച്ചപ്പോ തൊട്ട് നമ്മളിവിടെ ആയിരുന്നു. ആണല്ലേ? അങ്ങനെ സാറ് അത്രയും കൊല്ലം സാറിന്റെ ഇല്ല സാർ, നമ്മുടെ പോലെ വളർന്ന് നിൽക്കുമല്ലേ സാർ. കൈ ഊങ്ങി തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഏട്ടനാണെന്ന് എങ്ങനെ പറയും? ശരിയാണ് സാർ, മനസ്സിലാവും. നിങ്ങളാകുമ്പോ കുഴപ്പമില്ല സാർ. വിഷമം കൊണ്ടൊന്നും സംസാരിക്കാനേ പറ്റുന്നില്ല. അയ്യോ സാറേ, ഇമോഷണൽ പൊട്ടിക്കരയില്ലേ ഇത്ര നാളെ കൂടെ നടന്നാലാണ് അനിയെന്ന് പറഞ്ഞ്. ഇതിനൊന്നും തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചേട്ടന്മാർക്ക് കരയാൻ. മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളതിന്റെ ഒരു പ്രശ്നമാണ് അത്. ഇപ്പോ നമ്മളിപ്പോ ഇതിന്റെ പേരിൽ നമ്മളിപ്പോ വീണ്ടും പുള്ളിക്കാരനെ എടുത്തോണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാരും സാക്ഷി പറയില്ല സാർ. നിങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. സോ ഒരു മിനിറ്റ്, കൊക്കിനെയും കൊല്ലണം സാർ, കൊക്കിനെയും കൊല്ലണം. അല്ല ഈ കംപ്ലൈന്റ് നിങ്ങളൊന്ന് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റിന്റെ പേരിലല്ല, ഈ പീഡിയിൽ വന്ന് എത്ര ന്യൂസൻസ് ഉണ്ടാക്കിയതിന്റെ പേരിലെങ്കിലും ഒരു കേസ് എടുത്തൂടെ സാർ?
സാറേ ഒന്ന് എനിക്ക് അനിയൻ നന്നായി കാണാൻ വേണ്ടിയിട്ടുള്ള 2 ചേട്ടന്മാരെ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയത്. സാറേ എനിക്ക് തോന്നുന്നു സാറേ നമ്മുടെ EMS ആയിട്ട് സംസാരിച്ചിട്ട് ഒരു ഷോക്ക് അടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇല്ല സാർ, മെഷീൻ കംപ്ലൈന്റ് ആയാലേ ഉള്ളൂ. ഇനി സാറിന്റെ അസുഖം ഇവിടെ ആർക്കും ഇല്ലല്ലോ. എന്താ സാർ ഒരു മിനിറ്റ് പറയാ. എടാ ഈ സാറിന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. അതെ അതെ അതെ, കൊറേ മുടിയൊക്കെ വളർന്നു, കൊറേ മുടിയൊക്കെ വളർന്നല്ലേ, വെട്ടി കെട്ടി നിർത്തണം. വെട്ടി കെട്ടി വിടാം. ഭയങ്കര നമുക്ക് കാണാൻ പറ്റും സാർ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവരെ. അല്ല വേറെ ഒന്നുമില്ല, നമ്മൾ ഉമ്മ നന്നായില്ലേ നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ല സാറിന് കൂടെ വരണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറിന് ഓക്കെ അത് എനിക്ക് ഓക്കെ ഓക്കെ അല്ലേ, ഇത് ഉമ്മ നന്നായില്ലേ നമുക്ക് നേരിട്ട് കാണാലോ. തിരിഞ്ഞു നോക്ക് ബാബു അതെ കെട്ടിക്കൊണ്ട് പോകുന്നു. അയ്യോ സാറേ കരയില് സാറേ. അന്നത്തെ ഈഗോ ഇപ്പൊ എല്ലാം കാണിക്കണ്ട കേട്ടോ. അന്നത്തെ ഈഗോ വിഷമം കണ്ണാ, വിഷമമുണ്ട്, വിഷമം കണ്ണാ, വിഷമം. ഉമ്മാരൊക്കെ പരസ്യമായിട്ട് പട്ടി ആണല്ലോ സാറേ, ഇനിയിപ്പോ അതിന്റെ വിഷമം കാണും. സെല്ലോട്ടിട്ടോ ഓ, വാ സെല്ലിലോട്ട് വാ. സെല്ലോട്ട് വാ. 10 പീഡിയെ വിളിച്ചിട്ട് ഉറക്കാൻ നിന്നേക്ക വാ. ആ ഭയങ്കര നേരെ പണിഷ്മെന്റ് ആണ്. അപ്പൊ സെല്ലിട്ടേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്ത് സാറെ കൈ വെക്കാതെ വിടല്ലേ, എന്ത് കൈ പിടിക്കാതെ വിടില്ല. കൈ വെക്കാതെ വിടല്ലേ സാർ ഇല്ലെങ്കിൽ. അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയാം. നമുക്ക് പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോന്നിനും ഓരോന്ന് വെച്ചിട്ട് ഫൈനായിട്ട് കൊടുത്തു തുടങ്ങിക്കോളൂ. ബാക്കി നമുക്ക് സാറാ ഞാൻ ഇത്ര ഇമോഷണൽ ഉള്ള കാര്യം എന്താ വെച്ചാ ഒരു മനസ്സിലായി പീഡിയെ മനസ്സിലായി. പോലെയുള്ള നിങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കണമെങ്കിൽ ചേട്ടനെ പോലത്തെ എന്റെ അടുത്തൊക്കെ എങ്ങനെയാണ് സംസാരിക്കണമെന്ന് അല്ല ലൈക്ക് അല്ല സാറിന്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? എന്റെ അടുത്ത് ഇതിലും വേസ്റ്റ് ആയിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കണത്. പക്ഷെ എന്നിട്ട് ഞാൻ ഇത്രയും നാള് സഹിച്ചതാ. സാറേ, അയ്യോ. അല്ല കേൾക്കുമ്പോ നമുക്ക് നമുക്കും വിഷമമുണ്ട്. ഞാനിപ്പോ അവരെ കസ്റ്റഡിയിൽ എടുത്തത് ലൈക്ക് ഇവിടെ നിന്നും നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും നിർത്താനായിരുന്നു. ബട്ട് ഇപ്പൊ കൊണ്ടുപോയ സമയത്താണ് അറിഞ്ഞത് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് സംസാരം. ആ സാർ ഒരു ഹെൽപ്പ് ചെയ്യാം സാർ. ഞങ്ങൾ സെല്ലിന്റെ സൈഡിൽ വന്നിക്കാം സാർ. 2 എണ്ണം പൊട്ടിച്ചിട്ട് വാച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ചോദിക്കാവോ സാർ? ഒറ്റ മിനിറ്റ്. ഒന്ന് ചോദിക്കാം സാർ. നമ്മൾ ഒരു ഇതിന് അവന്മാർ എവിടെയെന്ന് അറിയാൻ വേണ്ടി എങ്കിൽ നമ്മൾ പോയി ആ വാച്ച് എടുത്തോളാം, അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ഡീൽ ചെയ്യല്ലോ സാർ. ഒന്ന് നമ്മൾ സെല്ലിന്റെ സൈഡിൽ നിന്നോളാം. നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ റോബേഴ്സ് ആയിക്കോട്ടെ, ഒരു സാഹചര്യം മൂലമാണ് എല്ലാരും ഒരു റോബറായി മാറുന്നത്. അപ്പൊ അവരെ ഇവിടെ ഉപദേശിക്കുകയും ഇവിടുന്ന് അവരെ ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് നമ്മള് ജയിലിൽ കൂടെ വിടാതെ ഫൈൻ വിട്ട് വിടുന്ന ഒരു സംഭവമാണ് ഇവിടെ അല്ല സാർ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ആദ്യം വന്ന് ഫൈൻ വാങ്ങിപ്പോയി, 2ാമത് ജയിലിൽ പോയി, 3ാമതും ഇത് തന്നെയാണ് സാർ. അത് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് സാർ പറയുന്നത്. ചിലപ്പോ നമ്മള് കൊച്ചിലെ മുതലേ വഴക്കും തല്ലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടില്ല. ഇപ്പൊ ചിലപ്പോ സാറൊന്ന് കൈവച്ച ചിലപ്പോ ഈ സ്റ്റേഷനിൽ ഇങ്ങനെയായിരിക്കും. പക്ഷെ ആ പുള്ളീനെ എന്തായാലും സാൻഡി പലറ്റിലോട്ട് കൊണ്ടുപോകും ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ. സാറാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓഫീസർ. നമ്മുടെ DGP ഞാൻ ജനറൽ സാൻഡി എന്നാണ് പേര്. അപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ കൂടെ വരാം. ഓക്കെ സാർ, ഓക്കെ സാർ വരാം. സാർ അപ്പൊ അനിയന്മാരായി പോയില്ലേ? നിങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്യണം. കൊള്ളായിരിക്കും സാർ, അറേഞ്ച് ചെയ്ത് കൊള്ളായിരിക്കും. വണ്ടി എടുത്ത് നമുക്ക് കൊണ്ടുപോകാം. ജയിൽ ബസ് എടുത്തു. അവര് കഫഡല്ലേ അകത്ത്? ബലം വെക്കാൻ സെൻസർ കഫ്ഡായിരിക്കണം. പിന്നെ പ്രതികളെ എസ്കോർട്ട് ചെയ്യാൻ നിങ്ങൾ വെടിവെച്ച് ഇടുന്നൊന്നും കാണാൻ പറ്റത്തില്ല സാർ. അയ്യോ മക്കളെ വെടിവെച്ച് കൊന്നു. സാറേ പുറത്തോട്ട് വന്നു. സാറേ എനിക്ക് ഇപ്പൊ ജയിലിലോട്ട് കൊണ്ടുവരുമെന്ന് കാണണം സാറേ. ഇവര് സമ്മതിക്കുന്നില്ല. എന്ത് പറ്റിയായിരുന്നു? അല്ല ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാം, പ്രശ്നമില്ല. കാര്യം എന്തായിരുന്നു? പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ വന്നതുപോലെയാണ് അവൻ. സാറിന്റെ ആരാണ്? ഒന്നുമില്ല സാർ. അല്ല സാർ, ഇപ്പൊ പരിചയപ്പെട്ടവന്മാരെ അവന്മാരെ കാണണമെന്ന് പറയുമോ? ഈ കൂട്ടുകെട്ടല്ല സാറേ ഇങ്ങനെ ആക്കുന്നത്. അല്ല നിങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം. എന്തായാലും ആദ്യം ആക്ഷൻ എന്ന നിലയിൽ പേടി മൊത്തം എങ്ങനെയാണോ? ജയിൽ ബസ്സിൽ ഇനി സ്ഥലം ഉണ്ടല്ലോ സാർ. ഉണ്ട് സാറേ. നമ്മളെ ഈ ചിലതൊക്കെ കണ്ണടച്ചങ്ങ് വിടും, ഇല്ലെങ്കിൽ ഓക്കെ മനസ്സിലായോ? ലൈക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാ തലവേദന എന്നല്ല, എല്ലാത്തിനും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ ഇനി വരുന്ന, അതായത് ഇവിടെ കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ വരുന്നില്ലേ, അവർക്ക് ഒരു ഇതായി മാറും. മനസ്സിലായില്ലേ? നമ്മളിലുള്ള ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ അത് ശരിയാവും.
അപ്പൊ ഇപ്പോ തൽക്കാലത്തിൽ വരും. നമുക്ക് പ്രിസൺ ബസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊക്കെ ആരാ? അവരെ കയറ്റിയോ? അവിടെ ഷട്ടർ അതെ, ഷട്ടറിന്റെ അവിടത്തെ കൊണ്ടുപോകാം. അവിടെ പ്രിസൺ ബസ് റെഡിയാണ്. അതിൽ ലൈക്ക് നിങ്ങളും അവരുടെ കൂടെ വരുന്നോ അതോ? ഞങ്ങൾ വരാം സാർ, വരാം 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 വരാം. അവരോട് കാരണം അവസാനം കുറച്ച് നേരമെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം സാർ. നടന്നില്ലെങ്കിൽ അല്ല, ഒരാൾ അതിൽ കയറിക്കോ, ഒരാൾ എന്റെ കൂടെ വന്നാൽ മതി. ഓക്കെ. അപ്പോ ബിക്കോസ് നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ അവരെ ഇപ്പോ കംപ്ലൈന്റ് നിങ്ങൾ കൊടുത്തതല്ലേ, അപ്പൊ അതിനെന്തെങ്കിലും നിങ്ങൾ വാക്ക് തപ്പം അങ്ങോട്ട് എന്നാ പിന്നെ ഇല്ല, അവിടെ ബാബുവിനെ ജയിലിൽ കൊണ്ടുപോകും സാർ, ബാബുവിനെ ജയിലിൽ കൊണ്ടുപോകും. അല്ല ഒരുമിച്ച് വരാം സാർ. അങ്ങനല്ല സാർ, അവസാന നിമിഷം രണ്ടുപേർക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ. രണ്ടുപേരും ആ സാറേ കാരണം സാറേ ഞാൻ ഒരു escort vehicle എടുക്കുന്നുണ്ട്. ഇതെടുത്തോ. സാറിന് ഇപ്പൊ ഉള്ളത് BMW അല്ലേ? എക്സ്പ്ലോറർ അതെടുത്തോ. എക്സ്പ്ലോർ വരും. സാറേ കൂട്ടാൻ പറ്റുന്ന സാറുമാരെല്ലാം കൂട്ടി അങ്ങ് വാ. ഇതിൽ തന്നെ കയറല്ലേ? നിങ്ങളുണ്ടാ എല്ലാരും സാറേ? 2 സാറുമാരുള്ളോ? ആ സാറേ പിസ്തുവിനെ കൂടെ വിളിച്ച് കയറ്റ്, ആ പട്ടീനെ കൂടെ വിളിച്ച് കയറ്റ്. അവനവിടെ ചെല്ലുമ്പോ ഞാൻ വെട്ടാ കഴുത്തിന്. അവനെ അല്ല, അവനാണ് ബോഡി ഷേമിങ്ങിന് മെയിൻ പ്രശ്നം. അവനെ വിളി. അത് ഞാൻ പറയാ ബാബു, ഇത് ഇനി പറഞ്ഞേക്കാം. അത് എന്റെ അതാണ് അവിടെ എത്ര നേരം പറഞ്ഞത്. എന്തോ അന്ന് പോലും അറിയത്തില്ല കേട്ടോ ബാബു, ആ സപ്പോർട്ട് കേട്ടോ. സാറേ ആ വണ്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ വണ്ടിക്ക് അതിരുന്ന് സാർ നിങ്ങൾ പറഞ്ഞത് കേട്ടോ അവന് ഇത്ര നേരം. സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ സാറേ, നമ്മളൊരു വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തുവായിരുന്നു സാറേ? ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരു അസുഖമുണ്ട്. അടി കൊടുത്ത് വളർത്താത്തതിന്റെയാണ് സാറേ. അല്ല, അതല്ല സാറേ, ഇവന്മാർക്ക് ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആദ്യം അതെ സാർ, രണ്ടുപേർക്കും ഉണ്ട്. ആദ്യം ഇവന്റെ തന്ത ആരാന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇവന്റെ സ്വഭാവം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല സാറേ, ഇവർക്കൊരു ജനറ്റിക്കൽ ഡിസോർഡർ ഉണ്ട്. ആരാണ് മുമ്പിൽ എന്താണെന്ന് ചില സമയത്ത് ഇവന്മാര് ഓർക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. സാറിനോടും മാഡത്തിനോടും ഒക്കെ സംസാരിച്ച പോലെ എന്നോട്, അവനെ ഇത്ര വളർത്തി വലുതാക്കിയതും എല്ലാം ഞാനാണ് സാറേ. പക്ഷെ എന്നോട് പോലും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് എന്നെ എന്തൊക്കെ വിളിക്കുന്ന സാറിനെ. ഇപ്പൊ ഈ മാഡത്തിന് കുറച്ച് മുമ്പ് സാറിനെ ഈ വന്ന സാറിനെ പട്ടി എന്നൊക്കെ വിളിച്ചായിരുന്നു. അതുപോലെ എന്നെ വിളിക്കും സാറേ പട്ടിയെന്നും. ഇതൊക്കെ എത്ര നാളെന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു സാറേ. ഞാൻ കേട്ടിട്ട് ഞാൻ മാഡത്തിന് നിങ്ങൾക്ക് ആർക്കൊന്നും വിഷമം വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും നാൾ വളർത്തി വലുതാക്കി ഞങ്ങളുടെ അടുത്ത് പോലും അവന്മാർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെ അടുത്ത്. ക്രോമസോം ഡിസോർഡർ ആണ് സാർ. ക്രോമസോം ഡിസോർഡർ കുറച്ച് വളർത്തു ദോഷമുണ്ട്. അതുകൊണ്ട് സാർ, നേരെ വളരുന്നില്ല സാർ. ഞാൻ പറയാം ഡിസോർഡർ ഉണ്ട്. അതെ സാർ, ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങള് തല്ലുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, ഇമോഷണലി സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാർ. നിങ്ങൾ അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക് സാർ. കാര്യമില്ല സാർ, അത് എനിക്കറിയാം, ലേറ്റ് ആയി പോയി എന്നുള്ളൊരു കാര്യം എനിക്കറിയാം സാറേ. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഞാനത് പറഞ്ഞത്. പീഡിക്കിടന്ന് ഡയലോഗ് അടിച്ച ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരുടെ കംപ്ലൈന്റും ഉണ്ട്. ഓക്കെ, അവരടുത്ത് പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ എത്രയാന്ന് വെച്ചാ പറയുന്നേ? നമുക്കത് ചോദിക്കാം സാറേ. ഞങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അവനെ ഒന്ന് അവസാനമായിട്ട് ഒന്ന് കാണണം സാറേ. പോകുന്നല്ല സാർ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും. അവർക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ അവരെ കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഇഷ്യൂ ഇല്ല. പക്ഷേ ശരി ഫൈൻസ് കാര്യങ്ങളുണ്ടാവും. അല്ല നിങ്ങൾ അതെ നമുക്കുണ്ട്, അതായത് നിങ്ങളുടെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചു സാർ. നിങ്ങൾ ഒരു അവസരം തരാം, ഞങ്ങൾ അകത്ത് സംസാരിച്ചിട്ട് വരട്ടെ. അല്ല സാർ, പേഴ്സണലി ഒന്ന് ഉപദേശിക്കാനായിരുന്നു. അത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുറച്ച് കംഫർട്ട് ആയിരുന്നു. അല്ലെങ്കിൽ അവര് വേറെ രീതിയിൽ റിയാക്ട് ചെയ്യിച്ചായിരുന്നു. ഇത്ര വല്ല പ്രതീക്ഷ പ്രതികളുടെ അടുത്ത് നിങ്ങൾ
മുള്ളി ഇങ്ങോട്ട് കാണാവോ? വിഷമം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. എടാ ആണാ? എനിക്കറിയാം നിനക്കൊരു തെറ്റ് പറ്റി പോയതാ നിങ്ങക്ക് രണ്ടുപേർക്കും. അത് കുഴപ്പമില്ല It's okay. സാർ. അവർക്ക് തെറ്റ് പറ്റിയതാ, അവര് സമ്മതിച്ചത്. അത് ഇനിയിപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് എല്ലാ ലൈഫിൽ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റൂടാ കണ്ണാപ്പി ബോബോയ്. അത് നീ അത് അക്സെപ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലോ. അതാണ് സാർ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അത് അവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോ കണ്ണാപ്പി ഇവിടുത്തെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം നിങ്ങൾ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ ഏതെറ്റാണ് ചെയ്തതൊക്കെ തെറ്റാണ് കണ്ണാപ്പി. ഇതുവരെ കണ്ണാപ്പി അധികം സംസാരിക്കില്ല, ഞങ്ങൾക്ക് സമയമില്ല. 2 മിനിറ്റേ ഉള്ളൂ, തിരിച്ചു പോകേണ്ടതാണ്. സങ്കടമുണ്ട് എനിക്ക്. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നാണം കിടത്തല്ലേ പ്ലീസ്, ഒരു ചേട്ടൻ രീതിയിൽ. തെറ്റാണ് അണ്ണൻ പറഞ്ഞ തെറ്റാണ്. അപ്പൊ സാർ തെറ്റാണ്, ഒരു തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ആക്ഷൻസ് എടുക്കാം. ബാക്കി ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നും ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ബാബു സാർ ഞങ്ങൾ പോകുന്നു. അതിനു മുമ്പ് ലൈക്ക് നിങ്ങളുടെ ഫേസ് വിസിബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ID കാർഡ് ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ID കാർഡ് എങ്ങനെയാണ് സാർ? അത് Z-Muscle ID കാർഡ്. എന്തോ Z-Muscle പോയിട്ട് വരട്ടാ. ഏത് വരുന്നില്ല സാർ, എനിക്ക് കാണിക്കുന്നില്ല. സാറിന് റീഡിംഗ് മെനു വരുന്ന മസിലാണ്. നിങ്ങൾ പോകുമ്പോഴും ഇല്ല സാർ. ഒന്ന് വെളിയിലോട്ട് സാറിന് വെളിയിലോട്ട് വരും. ഒരു മിനിറ്റ്. എല്ലാരും നല്ലവരാണോ എനിക്കറിയില്ല. ബാബു എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് പറയണ നീ. ബാബു കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ബാബാ എനിക്ക് കുറച്ചേരം കൂടെ കാണും. അല്ല നിങ്ങൾക്ക് അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇല്ല സാർ, അല്ല ഇനി സ്നേഹം മാത്രം പോരല്ലോ സാർ. സ്നേഹം കൊണ്ട് ജീവിക്കാൻ പറ്റും സാർ. നമുക്ക് വെളിയിൽ ഇറങ്ങി സംസാരിക്കാം. സാർ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോ? സോറി. മറ്റേ പുള്ളിന്റെ ഇത് എങ്ങനെയാണ് ഐഡന്റിറ്റി കാണിക്കുന്നത്? സെഡില് ഒരു റേഡിയൽ മെനു മിസൽ വരുന്നുണ്ടോ? ഇല്ല, ഒന്നും വരുന്നില്ല. സെഡില് ഒന്നും സെഡ് ഞെക്കിയിട്ട് ഒന്നും വരുന്നില്ല എനിക്ക്. F3 F5 F3 ID കാർഡ്സ്. ID cards ഷോ ID കാർഡ് ഷോ ദാ സാർ. ഓക്കെ എന്തായാലും ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. നമ്മുടെ അനിയന്മാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാർ നമ്മുടെ സൈഡിൽ നിന്ന് അത് സോറി ചോദിക്കുന്നു. അവരുടെ അസുഖത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് സാർ. അങ്ങനെ മാത്രം സാർ കണ്ടാൽ മതി. ഇല്ല, നമുക്കിപ്പോ അവിടെ ഒന്ന് കുറ്റം സമ്മതിച്ചു, നിങ്ങളുടെ കേസിൽ കുറ്റം സമ്മതിച്ചു. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അവിടെ PD ലോബിയിൽ, അതായത് സിവിലിയൻസ് കറങ്ങുന്ന ലോബിയിൽ സമ്മതിച്ചു സാർ. അത് കേട്ടല്ലോ, കണ്ടില്ലായിരുന്നു. ഓക്കെ, അതല്ല ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം ലൈക്ക് ലോബി, അതായത് PD ഏരിയയിൽ ലോബി സെക്ഷനിൽ വന്നാണ് അവര് ഇത്രയും ബഹളം ഉണ്ടാക്കിയത്. PDനെ കുറിച്ച് പറഞ്ഞു ആ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയി. മനസ്സിലായി? പിന്നെ ആ വാറ്റെങ്ങാനും അവർ വിട്ടിട്ടുണ്ടെങ്കിലേ അതിന്റെ വെറുത്ത് നമ്മളെ കയ്യിൽ ഏൽപ്പിക്കാൻ പറയണേ. അതെ, ലൈക്ക് ഇപ്പോ എന്താണ് ആ കേസ് നിങ്ങൾ എടുക്കുന്നുണ്ടോ അതോ? അല്ല സാർ, അതിന് പണിഷ്മെന്റ് നിങ്ങൾ എന്താ വെച്ചാൽ കൊടുത്തു സാർ. അത്രയും മതി, നമുക്കത് മതി. അത് മതി സാർ, ഒരു പണിഷ്മെന്റ്. കാരണം ഇനി ഒരിക്കലും മോചനം അവന്റെ തലച്ചോറിൽ വരരുത് ആ ഒരു വാക്ക്. അല്ല, നമുക്കത് റിക്കവർ ചെയ്യണ്ടേ? ഇല്ല സാർ, ഇപ്പൊ അനിയന്മാരെ നന്നാവാൻ വേണ്ടിട്ട് ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കിട്ടിയാലേ പഠിക്കത്തുള്ളൂ സാർ. സത്യം. 1.5 കോടിയല്ലേ? 1-2 കോടി 2.25 കോടി നമുക്ക് ഉണ്ടാക്കാം. തൊണ്ടി കിട്ടാതെ നമുക്കിപ്പോ അതാ ആ തെണ്ടികളോട് ചോദിച്ചാൽ പറയും സാർ, ഉറപ്പായിട്ടും. സാറ് നന്നായിട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെണ്ടികൾ തൊണ്ടി പറഞ്ഞു തരും. അതെ, ഓക്കെ. നമ്മുടെ ഇവിടെ കൈ വെക്കാന്ന് പറഞ്ഞാ വെക്കേണ്ടി വരുമല്ലോ. അതെ സാർ, അതെ. കേറേണ്ടത് കേറേണ്ട സ്ഥലത്ത് കേറിയാ വരേണ്ടത് വരേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് വരും സാർ.
ലൈക്ക് നമ്മുടെ അതായത് നിങ്ങളുടെ കേസ് വെച്ച് നമ്മൾ അവിടുന്ന് തന്നെ പ്രോസസ് ചെയ്യേണ്ടതാണ്. ഈവൻ അവിടെ കംപ്ലൈന്റ് പറയാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ കുറെ സിവിലിയൻസ് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് ഫീലിംഗ്. അതുകൊണ്ടാണ് അവരെ Quite understandable. അപ്പോ എന്തായാലും നിങ്ങള് ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തിട്ട് വിടാം. കൊണ്ടോണോ? ആരായിരുന്നു? ഓ താങ്ക് യു. അടിച്ചു വന്നാണ് കേട്ടോ. പോയി പറഞ്ഞേക്കാം. ബോഡി എപ്പോ കിട്ടുമെന്ന് ചോദിച്ചിട്ട് പോയാല. മള്ളി പക്ഷേ ഇതിലേ ഒരു കാര്യം പറയാം. ഇതിൽ എല്ലാരും നല്ലവരാണോന്ന് അറിയില്ല, പക്ഷേ മര്യാദയ്ക്ക് സംസാരിക്കുന്നവരും ഉണ്ട്. ആ എല്ലാരും കാര്യം നമുക്ക് അറിഞ്ഞൂടാ. കണ്ണാപ്പി ചത്തോട്ടു. ചിരിച്ചിട്ട് മാടപ്പള. അല്ല രണ്ടു പൊടി ഒരുമിച്ച് എത്തിച്ചതെന്ന് പറഞ്ഞിട്ട് വരട്ടാ. നമുക്ക് ഇവിടുന്ന് വിടാം. എന്റെ അമ്മ മുട്ട സീനായിട്ട് അവനിനി കേറേണ്ടി വരുമല്ലേ? പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ എല്ലാരും? ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ് ഗൈസ്. സീ യു ടുമോറോ. ടാറ്റാ.